എന്താണ് അതിന്റെ പ്രത്യേകത? അവിടെ ദുആ ചെയ്താൽ അല്ലാഹു തആല ദുആ സ്വീകരിക്കുന്നു. നമ്മളെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകുന്നു. അത്രയും പുണ്യമായിരിക്കുന്ന ഒരു കല്ലാണ്. അത് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ലാണെന്ന് ചരിത്രം പറയുന്നുണ്ട്. ഇവിടുത്തെ പുറത്തെ കല്ലല്ല. മക്കയിലെ മുസല്ല അവിടെ വെച്ച് നിസ്കരിച്ചു കാണണമെന്ന് പറഞ്ഞ് മഖാം ഇബ്രാഹിം ലേക്ക് പോയിക്കൊണ്ട് അവിടെ വെച്ച് നമ്മൾ നിസ്കരിക്കുന്ന പോയ ആളുകൾ. എന്താണ് അതിന്റെ പ്രത്യേകത? അവിടെ വെച്ച് ദുആ ചെയ്താൽ അല്ലാഹു തആല ദുആ സ്വീകരിക്കുന്നു. നമ്മളെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകുന്നു. അത്രയും പുണ്യമായിരിക്കുന്ന ഒരു കല്ലാണ്. അത് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ട കല്ലാണെന്ന് ചരിത്രം പറയുന്നുണ്ട്. ഇവിടുത്തെ പുറത്തെ കല്ലല്ല. മക്കയിൽ അവിടെ വെച്ച് അള്ളാഹിനോട് വരം ഏൽപ്പിച്ചു കൊണ്ടിട്ട് ഇബ്രാഹിം നബി പോവുകയും അങ്ങനെ ഭാര്യ ചോദിച്ച ചോദ്യവും എല്ലാം ഖുർആൻ തന്നെ നമ്മളെ വ്യക്തമാക്കി തരുന്നുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് അവിടെ അത് ചെയ്തു. രണ്ടാമത് തിരിച്ചു വന്ന് മഖാം ഇബ്രാഹിം കാണുന്നു. അവിടെ നോക്കാൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടി വിട്ട കല്ലാണ് ആ കാണുന്നത്. ആ കല്ലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ ചവിട്ടടി നമുക്കതിൽ കാണാൻ കഴിയും. ഇത്ര കൊല്ലം മുമ്പ് നോക്കണം. അത്രയും കൊല്ലം മുമ്പ് ചെയ്ത ഒരു കാര്യം അതാണ്. 2 കല്ലാണ് അവിടെ കാണുന്നത്. മഖാം ഇബ്രാഹിമും മറ്റൊന്ന് കഅബത്തിനോട് ചേർത്തിലായിരിക്കുന്ന ആ കല്ല് ഹജറുൽ അസ്വദ്. ഇത് രണ്ടും സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. ഹജറുൽ അസ്വദ് ഇറക്കപ്പെട്ടതായ കല്ല് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സന്ദർഭത്തിൽ സൂര്യനിലേക്ക് നോക്കുന്നത് പോലെ പ്രകാശിക്കുന്ന കല്ലായിരുന്നു എന്നാണ്. അത് ജനങ്ങളുടെ നമ്മളൊക്കെ പോയിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ച് ചുംബിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിട്ട് നമ്മളെ പ്രാർത്ഥന വഴിയായിക്കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അല്ലാഹു തആല തഖ്വ ചെയ്തു ആ കല്ല് നമ്മളിൽ നിന്ന് അംഗീകരിച്ച് സ്വീകരിച്ച കാരണത്താൽ അത് ദോഷങ്ങൾ പൊറുത്ത് നമ്മളെ ദോഷങ്ങൾ പൊറുക്കുകയും അതത് സ്വീകരിച്ച കാരണത്താൽ കറുപ്പ് വന്നതാണ് ആ കല്ല്. അങ്ങനത്തെ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല്, മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന കല്ല്, ഇത് രണ്ടും സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. അങ്ങനത്തെ ആ കല്ല് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി നമ്മൾ നിസ്കരിക്കുന്നു. ആ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോകുന്നത് പിന്നീട് സംസമിലേക്കാണ്. ആ സംസം എന്ന് പറയുന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം വഴിയായി ഉണ്ടായ എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വഴിയായിക്കൊണ്ട് അല്ലാഹു തആല നൽകപ്പെട്ട ഒരു പ്രത്യേക വെള്ളമാണ് ഏത് സംസം എന്ന് പറയുന്നത്. ഈ സംസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വെള്ളമാണ്. ലോകത്ത് വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമേറിയ വെള്ളങ്ങൾ 4 വെള്ളത്തിലേക്കാണ് പ്രത്യേക ശ്രേഷ്ഠതയുള്ളത്. ബാക്കിയുള്ളതിന് അത്രയില്ല. ഒന്നാമത്തെ വെള്ളം ഏതാ? ലോകം കണ്ട ഏറ്റവും വലിയ മഹത്തായിരിക്കുന്ന വെള്ളം ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലിന്റെ ഇടയിൽ കൂടി പുറപ്പെട്ട വെള്ളമാണ്. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലിന്റെ ഇടയിൽ കൂടി ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വെള്ളമില്ലാതെ ദാഹിച്ചു വരേണ്ടതായ സഹാബത്ത് അവർ നബിയുടെ അരികത്തേക്ക് കൂടി വന്നാൽ നബി ഉണ്ടാക്കുമ്പോൾ അവർ നബിയുടെ അരികത്ത് ചെറിയൊരു പാത്രത്തിലെ കുറഞ്ഞ വെള്ളം മാത്രമാണുള്ളത്. ആ വെള്ളം കൊണ്ട് നബി ഉണ്ടാക്കുമ്പോൾ ഇവിടെ സഹാബത്ത് ദാഹിച്ചു വരഞ്ഞവര്, വിശന്നവര്, അങ്ങനെ മുറിയേറ്റവര്, പല നിലക്കുള്ള വിഷമങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അപ്പൊ നബിന്റെ വിത്തിൽ വെള്ളം കണ്ടപ്പോൾ ഓടി വന്നവർ നബിയുടെ അരികത്തേക്ക്. അവൻ നബിയോട് പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങൾ ഉണ്ടാവരഞ്ഞിരിക്കുന്നത് ദാഹിച്ചിട്ട് വയ്യ, വിശന്നിട്ട് വയ്യ, ഈ വെള്ളമല്ലാതെ ഞങ്ങൾ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? എന്നാ നിങ്ങളെടുത്ത് പാത്രം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരു പാത്രം ഉണ്ടായിരുന്നു, ഒക്കെ കൊണ്ടുവന്നോളിയോ. ലഭിത്തങ്ങൾ ഉണ്ടാക്കുന്ന ആ പാത്രത്തിലേക്ക് ലഭിത്തങ്ങൾ കൈ അങ്ങോട്ട് വെച്ചു കൊടുത്തു. അപ്പൊ അതിലേക്ക് വെള്ളം ഉറവൊലിക്കുന്നത് പോലെ വെള്ളത്തിലേക്ക് കൂടി വെള്ളം ഇങ്ങനെ അതിലേക്ക് ഒലിച്ചു വന്നു. എല്ലാവരും വയറ് നിറയെ കുടിച്ചു. നബി ചോദിച്ചു, നിങ്ങൾക്ക് ദാഹം തീർന്നോ? ഞങ്ങൾക്ക് ദാഹം തീർന്നു. വിശപ്പ് അടങ്ങിയ നബിയെ, ഇനി ഞങ്ങൾക്ക് ഈ വെള്ളത്തിന് ആവശ്യം ഞങ്ങൾ ഒരു പാത്രം നിറച്ച് ഞങ്ങൾ വെള്ളം വെച്ചു. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേരുണ്ടാകും, ഇത്ര അധികം ആളുകൾ ഈ വെള്ളമൊക്കെ കുടിച്ചല്ലോ, ഇത് എവിടുന്നാണ് ഈ വെള്ളം വന്നത്? അത് നോക്കിയിരിക്കണമല്ലോ. അത് അവര് പറഞ്ഞു, ഞങ്ങൾ 1,00,000 പേരുണ്ടായിരുന്നല്ല കഫാറാബിഹത്ത്, ഞങ്ങൾ 1,00,000 പേരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ വെള്ളം മതിയാവുമായിരുന്നു. പക്ഷെ ഞങ്ങൾ 1500 പേരായിരുന്നു ആ യുദ്ധത്തിന് തിരിച്ചു വന്നത്. ഞങ്ങളെല്ലാവരും ഇതേമാതിരി വെള്ളം കുടിച്ച് ദാഹം ദിവസം വിശപ്പടക്കി പാത്രത്തിലൊക്കെ വെള്ളം വെച്ച് ഇനി ഞങ്ങൾക്ക് വെള്ളത്തിന് ആവശ്യം. നിങ്ങൾ 1500 പേര് നബിയുടെ വിരലിന്റെ ഇടയിൽ കൂടി വന്ന വെള്ളമാണ് അവരെ കുടിച്ച് ദാഹം തീർത്തത്. അതുകൊണ്ട് 1,00,000 പേരുടെ മതിയാവുന്ന അനസ് മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. അങ്ങനത്തെ വെള്ളമാണ് ഒന്നാമത്തെ വെള്ളം ലോകത്ത് വെച്ചിട്ട്. രണ്ടാമത്തത് ജംസം വെള്ളമാണ്. ഇബ്രാഹിം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാലടിയിൽ നിന്ന് പുറപ്പെട്ട വെള്ളം. ആ വെള്ളത്തിനാണ് രണ്ടാമത്തെ സ്ഥാനമുള്ളത്. മൂന്നാമത്തെ സ്ഥാനമുള്ളത് ഹൗദുൽ കൗസറാണ്.
ഹൗദുൽ കൗസറിന്റെ മൂന്നാമത്തെ സ്ഥാനമാണുള്ളത്. അള്ളാഹു പ്രത്യേകമായ ജനങ്ങൾക്ക് നൽകപ്പെട്ട ഒരു ഹൗദാണ് നാലാം ആയത്തിലെ ഹൗദുൽ കൗസറി എന്ന് പറയുന്നത്. അവിടെ കൗസറി എന്ന് പറയുന്നതായ ഒരു ഹാറുണ്ട്. അതിൽ നിന്ന് ഇതിലേക്ക് വെള്ളം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് ഹൗദുൽ കൗസറി എന്ന് കേൾക്കുന്നത്. ഹദീസിലും ചരിത്രത്തിലൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് വിശദീകരിക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് അതുകൊണ്ടിട്ട് ആ വെള്ളമാണ് മൂന്നാമത്തെ വെള്ളം. നാലാമത്തത് നൈൽ നദിയിലെ വെള്ളമാണ്. നൈൽ നദിയിലെ വെള്ളത്തിനാണ് ഏറ്റവും നാലാമതായി സ്ഥാനമുള്ളത്. കാരണം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രവാചകൻ 400 കൊല്ലം ആ വെള്ളത്തിൽ ജീവിച്ചിട്ടുണ്ടെന്ന. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിലേക്ക് പ്രത്യേകതയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനത്തെ വെള്ളമാണ് നാലാമത്തെ വെള്ളം. ഈ 4 വെള്ളം കഴിച്ചാൽ പിന്നീട് നമ്മൾക്ക് ലോകത്തുള്ള എല്ലാ വെള്ളത്തിനും ഒരു പ്രത്യേകത തന്നെയാണ്. ഈ വെള്ളത്തിന് മാത്രമേ ശ്രേഷ്ഠതയുള്ളൂ. അത് ഹദീസിൽ കാണാം. മാവു അതുപോലെ തന്നെ സംസം എന്ന് പറയുന്ന വെള്ളം മാവു സംസമ ലിമാശരിബല ഹദീസിൽ കാണാം. ഇമാം ബുഖാരി ഹദീസിൽ കാണാം. മാവു സംസമ സംസം എന്ന് പറയുന്ന വെള്ളം ലിമാശരിബലഹു, നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചാണ് ആ വെള്ളം കുടിച്ചത് അത് നിങ്ങൾക്കുള്ളതാണ്. ഒരാളെ രോഗത്തിന് വേണ്ടിയിട്ടാണോ അത് കുടിച്ചത്, നാളെ രോഗം മാറും. ഒരാൾ വിശപ്പടക്കാനാണോ, നാളെ വിശപ്പ് തീരും. ഒരാളെ ദാഹം തീരാനോ, നാളെ തീരും. ഒരാളെ എല്ല് വർദ്ധിപ്പിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ്, എല്ല് പഠിക്കാനാണോ ആ സംഗമം പിടിച്ചത്, നാളെ എല്ല് വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇത് 4 കാര്യങ്ങൾ ഹദീസിൽ കാണാൻ കഴിയുന്നുണ്ട്. ബാക്കി അതുപോലെ ഏത് കാര്യത്തിലേക്കും ഈ സംഗമം പിടിച്ചാൽ ലഭിക്കും എന്നാണ് ആ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനത്തെ ഒരു വെള്ളമാണ് സംസം എന്ന് പറയുന്നത്. ഒരു കാലത്തും അത് അതേ നിരക്ക് തന്നെ നിൽക്കുന്നു. പിന്നെ അത് താറുകയോ അത് പൊന്തുകയോ ചെയ്യുകയില്ല. അങ്ങനത്തെ വെള്ളമാണ് സംസം എന്ന് പറയുന്നത്. അതിലൊരുപാട് എഞ്ചിനീയർമാർ വന്ന് പരിശോധന നടത്തുകയും അതുപോലെ തന്നെ 4 ദിവസത്തോളം 5ഓ 8ഓ മൂട്ടർ വലിയ മൂട്ടർ വെച്ചിട്ട് വെള്ളം അടിച്ചിട്ട് 1 ഇഞ്ച് പോലും താഴാതെ കണ്ടിട്ട് ആ വെള്ളം ഇന്ന് വരെ നിന്നു പോന്നിട്ടുണ്ട്. അങ്ങനത്തെ വെള്ളമാണ് എല്ലാവരും പരാജയപ്പെട്ട് ആ വെള്ളം ചോദിച്ചിട്ട് അത് താത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അല്ലാഹു തആല ഓട്ടോമാറ്റിക്കായിട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാം വഴിയായിട്ട് അവർക്ക് നൽകപ്പെട്ട മഹത്തായ വെള്ളമാണ്. അവരാളൊന്നും തിരിക്കാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് ഇബ്രാഹിം നബിയുടെ കാരണം നോക്ക് ഏറെ തന്നെ ഇനായിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനായിൽ നമ്മളെ കല്ലെറിയുന്നത് അത് ആദ്യമായിട്ട് ഇബ്രാഹിം നബി അറിഞ്ഞു. പിന്നെ ഇസ്മായിൽ നബി ഇബ്ലീസിനെ എറിഞ്ഞു. പിന്നെ ഹാജറ ബീവി എറിഞ്ഞു. ഇങ്ങനെ ഇബ്ലീസിനെ എറിഞ്ഞു ബാധിച്ചതായ 3 സ്ഥലങ്ങളാണ് ആ ജംറത്തുൽ ഉലയും ജംറത്തുൽ ഉഖ്റയും ജംറത്തുൽ ഉസ്താ എന്ന് പറയുന്ന 3 സ്ഥലങ്ങൾ. അവിടെ നമ്മൾ കല്ലെറിയുന്നു പോകുന്ന ആളുകൾ. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അവിടെ നിലായിലുള്ളതായിരിക്കും. അവിടെ പ്രത്യേക പള്ളിയാണ്. ഒരു പ്രത്യേക പള്ളി മസ്ജിദുൽ ഹൈഫി എന്ന് പറയുന്ന പള്ളി. മൂസാ നബി അലൈഹിസ്സലാം ഉൾപ്പെടെ 70 പ്രവാചകന്മാരെ നിസ്കരിച്ച പള്ളിയാണ് ഏത് മസ്ജിദുൽ ഹൈഫി എന്ന് പറയുന്ന മിനായിലുള്ള പള്ളി. ഒരു പ്രത്യേക ഹദീസിൽ ഒരുപാട് സ്ഥാനങ്ങൾ നൽകപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ ഹൈഫി എന്ന് പറയുന്നത്. അത് പിന്നെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന പ്രവാചകന്മാർ നിസ്കരിക്കുന്ന അങ്ങനത്തെ പ്രത്യേകത ഉള്ളതായിരിക്കുന്ന ഒരു പള്ളിയാണ്. ഇങ്ങനെയുള്ള ഓരോ സ്ഥാനങ്ങളും ഓരോ സ്ഥലസേനമുദ്രങ്ങളായി കഴിഞ്ഞു. അതുകൊണ്ട് ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കാവുന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതുപോലെ തന്നെ മകൻ ഇസ്മായിൽ ഹാജറ റളിയല്ലാഹു അൻഹ. ഹാജറ ബീവി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ, ആദ്യത്തെ ഭാര്യ സാറ റളിയല്ലാഹു അൻഹയാണ്. സാറ ബീവിന്റെ അടിമസ്ത്രീയായിരുന്നു ആര്? ഹാജറ റളിയല്ലാഹു അൻഹ. അപ്പൊ അവരെ മക്കളില്ലാതെ വിഷമിച്ചു. 90 വയസ്സ് കഴിഞ്ഞ് ഇബ്രാഹിം നബിക്ക് അതുപോലെ ഹാജറ ബീവിക്കും സാറാ ബീവിക്കും അവസാനം ഏതെങ്കിലും ഒരു വിജയം ഒരു കുഞ്ഞുണ്ടാവട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ അടിമ സ്ത്രീയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എന്താണ് നൽകപ്പെട്ടു. ആര്? ഹാജറ സാറാ റളിയല്ലാഹു അൻഹ. ആ സാറയിൽ നിന്ന് കൊടുത്ത കുട്ടിയാകില്ല മഹദിയിൽ നിന്നാണ്, മദീനയിൽ നിന്നല്ല ഹാജറയിൽ നിന്നാണ് ഈ കുട്ടി ജനിക്കുന്നത്. അതായത് ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും 2 മക്കളാണ് അതിലുണ്ടായിട്ടുള്ളത്. അതിൽ അർഹപ്പെട്ടതായിരിക്കുന്ന കുട്ടി ഇസ്മായിൽ നബി അലൈഹി സ്വലാമാണ് ഭൂരിപക്ഷ അഭിപ്രായം. അതല്ല ഇസ്ഹാഖിനാണെന്ന അഭിപ്രായമുണ്ട്. അതാണ് ഈ ദിവസത്തിൽ ഇപ്പൊ നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ അറബ് നടത്തപ്പെടുന്നത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അറക്കാൻ ഒരുങ്ങുകയും പക്ഷെ അറബ് ഒഴിവാക്കിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ആളിനെ കൊണ്ടുകൊടുക്കുകയും ആ കൂട്ടൻ ആളിനെ അറക്കുകയും ചെയ്തു. ഇതാണ് ലോകത്ത് അന്ന് മുതൽക്ക് ഖിയാമത്ത് നാൾ വരേക്കും
ഇനി നിങ്ങൾ ഈ കാര്യം ചെയ്തു പോരുന്നു. ഇങ്ങനെ അവരെ സ്മരിക്കുന്നതായ ഒരു പ്രത്യേക ദിവസമാണ് ഈ പെരുന്നാൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമസ്കാരം കഴിഞ്ഞു. ഇനി എല്ലാ ഫർദ് നമസ്കാരത്തിന്റെ ശേഷവും സുന്നത്ത് നമസ്കാരത്തിന്റെ ശേഷവും തെക്കുബീർ ചൊല്ലിപ്പോക. അതിൻ്റെ അടുത്ത് വെച്ച് തെക്കുബീറില്ല. ഇനിയിപ്പോൾ പറഞ്ഞു ജുമാ കഴിഞ്ഞാൽ തെക്കുബീർ ചെല്ലും, അസ്ർ നിസ്കരിച്ചാൽ തെക്കുബീർ ചെല്ലുക. ഇങ്ങനെ ഓരോ ഫർദ് നമസ്കാരത്തിൽ സലാം വീട്ടി കഴിഞ്ഞാൽ ഉടനെ തെക്കുബീർ. അല്ലാതെ ദിക്റും സലാത്തൊക്കെ കഴിഞ്ഞിട്ടില്ല. സലാം വീട്ടിയാൽ ഉടനെ തെക്കുബീർ ചെല്ലുക. അതിൻ്റെ ശേഷം ദിക്റൊന്നും തെറ്റില്ല. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായിരിക്കുന്ന ദിവസത്തിൽ നമ്മൾ ചെയ്ത അമൽ നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. ആരോഗ്യവും ദീർഘായുസും ആഫിയത്തും കുടുംബത്തും അല്ലാഹു നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു രക്ഷിക്കുമാറാവട്ടെ. ഫാത്തിഹ.